നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ജോബ് ഫെയറിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ. ഫെയർ 11-12 തീയതികളിൽ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ജോബ് ഫെയറിന്റെ ഉദ്ഘാടനം 11 രാവിലെ കെ സുധാകരൻ MP നിർവഹിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ ഒരുക്കുന്നത് വൻകിട കമ്പനികളിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നേടാനുള്ള അവസരമാണെന്നും തദ്ദേശ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ ഇത്രയും വിപുലമായ തൊഴിൽമേള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണെന്നും മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. മുനിസിപ്പൽ കോർപ്പറേഷൻ നാട്ടിലും വിദേശത്തുമുള്ള കമ്പനികളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഗ്ലോബൽ ജോബ് ഫെയർ ആണ് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. കേവലം ജോബ് ഫെയറിനപ്പുറം ഉദ്യോഗാർത്ഥികൾക്ക് വ്യത്യസ്ത അനുഭൂതി സമ്മാനിക്കുന്ന രീതിയിലാണ് മേള ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും 60ഓളം ഉദ്യോഗദായകർ പങ്കെടുക്കുന്ന മേളയിൽ വ്യത്യസ്ത മേഖലകളിലായി 2000ഓളം അവസരങ്ങളും ലഭിക്കും. തൊഴിലധിഷ്ഠിത എക്സ്പോ, എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫെസ്റ്റിവൽ, ആഗോള തൊഴിൽ വിപണിയെ പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ, പ്രസന്റേഷനുകൾ, കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖരുമായി മുഖാമുഖം, വിദേശങ്ങളിൽ തൊഴിലിനൊപ്പം ഉപരിപഠനവും ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വിവിധ സെഷനുകളും ഫെയറിന്റെ ഭാഗമായി നടക്കും. 11 മണിക്ക് ആദ്യ സെഷൻ പ്രൊഫഷണൽ മികവ്, ക്രിയേറ്റീവ് മൈൻഡ് എന്ന വിഷയം DCI ഗ്രൂപ്പ് ഡയറക്ടർ അനിൽകുമാർ മഠത്തിൽ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-ന് ആരോഗ്യരംഗത്തെ അനന്ത സാധ്യതകൾ എന്ന വിഷയം മോൺഗോ ഹെൽത്ത് സിസ്റ്റംസ് മാനേജിംഗ് ഡയറക്ടറും സീനിയർ ഹെൽത്ത് കെയർ കൺസൾട്ടന്റുമായ ഷൌക്കത്ത് അലി മാത്തോടവും ഉച്ചയ്ക്ക് 2-ന് നിർമ്മിത ബുദ്ധിയുടെ ലോകം, തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ എന്ന വിഷയം കെൻ പ്രിമോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും IT പ്രൊഫഷണലുമായ MK നൌഷാദും അവതരിപ്പിക്കും. 12-ന് രാവിലെ 10-ന് കോർപ്പറേറ്റ് വിജയത്തിലേക്കുള്ള യാത്ര എന്ന സെഷൻ ടാലന്റ് മാനേജ്മെന്റ് എക്സ്പെർട്ട് അമൃത രാമകൃഷ്ണൻ അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് 12-ന് തൊഴിൽ തെരഞ്ഞെടുപ്പും വിപണിയുമായി പൊരുത്തപ്പെടുന്ന വൈദഗ്ധ്യവും എന്ന വിഷയത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നാഷണൽ കരിയർ സർവീസസ് പരിശീലകൻ CK ഷമീർ സംസാരിക്കും. വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സന്തോഷ് കുമാർ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കണ്ണൂരിന് പുറമെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുക്കും. ഏതാണ്ട് 90,000-ഓളം ആളുകൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷനും സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കാനായിട്ട് ഓരോരുത്തർക്കും പ്രത്യേകം സ്ലോട്ട് നൽകിക്കൊണ്ട്, പ്രത്യേക സമയം നൽകിക്കൊണ്ട്, പ്രത്യേക ആപ്പ് വഴി അവർക്ക് മൊബൈലിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതുപോലെ ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, ഫുഡ് പ്രോസസ്സിംഗ്, മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽസ്, ടെക്സ്റ്റൈൽസ്, മീഡിയ, ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റീവ് ജോലികൾ തുടങ്ങിയ നിരവധി മേഖലകളിലെ തൊഴിലവസരങ്ങളാണ് ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ തുറന്നു വെക്കുന്നത്, ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു വെക്കുന്നത്. കണ്ണൂരിന് പുറമെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുക്കും. ഇതിനോടകം 9,000 ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് ഒഴിവാക്കാനായി 2 ദിവസങ്ങളിലായി സ്പോട്ടിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ലഭിക്കുന്ന സ്പോട്ടിന് അനുസരിച്ച് മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. വാർത്താ സമ്മേളനത്തിൽ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK രാഗേഷ്, P ഷമീമ, MP രാജേഷ്, VK ശ്രീലത, സിയാ തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ, മുൻ മേയർ TO മോഹനൻ, കൌൺസിലർമാരായ കൂക്കിരി രാജേഷ്, KP അബ്ദുൾ റസാഖ്, T രവീന്ദ്രൻ, എന്നുഷ, VK ഷൈജു, ബ്രാൻഡ് ബേ മാനേജിംഗ് ഡയറക്ടർ സൈനുദ്ദീൻ ചേലേരി എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.